അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് സൺസെറ്റ് മോക്ടെയിലിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കാണാം. ഇത് മാൾട്ട ഓറഞ്ചാണ്. ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യാം. കുരുകൾ നീക്കിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇതിൽ നിന്ന് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. 2 കഷ്ണം ബത്തക്കയും എടുത്തിട്ടുണ്ട്. കുരുകളൊക്കെ നീക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കാം. മുറിച്ചെടുത്ത ബത്തക്ക ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഈ ബത്തക്ക ജ്യൂസ് അരിച്ചെടുക്കാം. ജ്യൂസിൻ്റെ നുര ഒഴിവാക്കണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പഞ്ചസാര അലിയിച്ചെടുക്കാം. ഇനി ഒരു പുളിനാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നേരിയ പീസാക്കി മുറിച്ചെടുക്കാം. കുരുകളൊക്കെ എടുത്ത് മാറ്റണം. കുറച്ച് പുതിന ഇലയും കഴുകിയെടുക്കാം. മോക്ടെയിൽ തയ്യാറാക്കാൻ വേണ്ടി ഗ്ലാസ്സിൽ ഒരു പുളിനാരങ്ങേൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച പുളിനാരങ്ങയിൽ നിന്ന് 2 കഷ്ണം പുളിനാരങ്ങ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ തൊലിയും ഗ്ലാസ്സിൽ തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിന ഇല എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പുതിന ഇലേൻ്റെ മണം ജ്യൂസിൽ നന്നായിട്ട് ഇറങ്ങി വരും. കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് ഇതും ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് മാൾട്ട ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 ഗ്ലാസ് വരെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് സ്പ്രൈറ്റ് ഒഴിക്കാം. 3/4 ഗ്ലാസ് വരെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബത്തക്ക ജ്യൂസ് ഒഴിക്കാം. സ്പൂണ് കൊണ്ട് ഇളക്കാനേ പാടില്ല. ഇളക്കിയാലും മോക്ടെയിലിൻ്റെ സ്റ്റൈൽ മാറിപ്പോവും. പുതിന ഇലയും ലെമണിൻ്റെ പീസും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സൺസെറ്റ് മോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. Thanks for watching.